വളരെ രുചിയേറിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഡിന്നറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആലു ചീസ് പൊറോട്ടയും ഗ്രീൻ ചട്നിയുമാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ഡിന്നർ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ആട്ടയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മറ്റോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർക്കാം. ഇത് വലിയ സ്പൂണാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം കൂടരുത്. മാവ് ലൂസായിട്ടിരിക്കാനേ പാടില്ല. കാരണം നമ്മളിതിൽ ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുക്കേണ്ടതാണ്. മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നല്ല കട്ടിയിൽ ഇത് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല കട്ടിയായിട്ടാണ് ഇതിരിക്കുന്നത്. പാത്രത്തിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ മറ്റോ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് മുഴുവനും നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർക്കാം. ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ചെറിയ സവാളയാണെങ്കിൽ 1 എടുക്കാം, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വരെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആലു ചീസ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സാധാ ആലു പൊറോട്ട ഇതേ റെസിപ്പി വെച്ചിട്ട് ചീസ് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചീസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു വലിയ ഉരുളയെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ അല്പം വണ്ണം കൂടിയിട്ടുള്ള ഉരുള എടുക്കണം. നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ അറ്റം ഒന്ന് നേരിയതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നടുഭാഗം അല്പം വണ്ണത്തോടു കൂടി തന്നെ അവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നേർപ്പിച്ചെടുക്കുക. കാരണം ഇതിൻ്റെ നടുവിൽ നമുക്ക് ഫില്ലിംഗ് വെക്കാനുള്ളതാണ്. അപ്പോൾ നേർത്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ് വെച്ചിട്ട് പരത്തുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിനാണ് നടുവിൽ ഇതുപോലെ വണ്ണത്തോട് വെക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ നടുവിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് വീണ്ടും നന്നായിട്ടൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ. പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം പൊട്ടാറ്റോ പുറത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് നമ്മുടെ ചപ്പാത്തി ആകെ കുളമായി പോവും. അതുകൊണ്ട് ഒട്ടുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ അവിടെ അല്പം മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കുക. ഇത് ഞാൻ നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ആലു ചീസ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ മുഴുവൻ പൊറോട്ടയും പരത്തിയെടുക്കുക. മുഴുവൻ മാവ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ആലു ചീസ് പൊറോട്ട ഉണ്ടാക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കൂട്ടിയിട്ട് വെക്കണ്ട. 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. ആലു പൊറോട്ട ഇവിടെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വെന്ത ഭാഗം നോക്കിയിട്ട് നമുക്ക് ആ ഭാഗത്ത് എല്ലാ എടുത്തുമായിട്ട് ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടറാണ് വേണ്ടതെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊറോട്ട പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു ആലു ചീസ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പുതിനയില ചേർക്കാം. 1/2 കപ്പ് മല്ലിയിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം. 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചട്നിയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഇവിടെ വളരെ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു. ആലു ചീസ് പൊറോട്ടയും ഗ്രീൻ ചട്നിയും നല്ലൊരു കോമ്പിനേഷനാണ്, ചീസ് പൊറോട്ടയുടെ കൂടെ ഈ ഗ്രീൻ ചട്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എന്തായാലും ഒന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കും. ബ്രേക്ക്ഫാസ്റ്റിനായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്